ഞാനൊരു ഹോം ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എലിജിബിലിറ്റി എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് പൊക്കാൻ വയ്യാത്ത ഒരു വലിയൊരു ഹോം ലോണും കൂടെ ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ മാസം തോറും EMI കൊടുത്ത് ഞാനങ്ങ് മുടിഞ്ഞു പോവുക. അങ്ങനെ ഒരു നിലപാടിലാണോ നിങ്ങൾ ജീവിക്കുന്നത്? എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ചൈനീസ് ഗവൺമെൻറ് പല കൺട്രീസിനും ഡെറ്റ് ട്രാപ്പിൽ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണമെങ്കിലും വേണ്ടായെങ്കിലും ചില സാധനങ്ങളൊക്കെ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. നിനക്ക് പോർട്സ് വേണം, നിനക്ക് എയർപോർട്ട് വേണം, ഹൈവേ വേണം, ഹൈ സ്പീഡ് റെയിൽ നെറ്റ്വർക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങ് പുരോഗമനത്തിൻ്റെ മാർഗത്തിലോട്ട് നടത്തുക എന്നുള്ള രീതിയിലാണ് അവരെ കൊണ്ട് കൊടുക്കുന്നത്. പക്ഷേ അവിടുത്തെ ജനങ്ങൾക്കത് ആവശ്യമുണ്ടോ? അവരുടെ ജനങ്ങളുടെ ആ ജീവിത നിലവാരത്തിന് അത് അത്യന്താപേക്ഷിതമാണോ എന്നുള്ള കാര്യം ചൈനീസ് ഗവൺമെൻറ്റിന് അറിയണ്ട. എന്നിട്ട് ഇവരുടെ ലീഡേഴ്സ് ആണെങ്കിൽ ചില കിക്ക് ബാക്കും എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അവസാനം പെട്ട് കഴിയുമ്പോഴത്തേക്കേ അറിയുന്നുള്ളൂ നമ്മൾ പെട്ടുപോയെന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് ബാങ്ക്സ് ചെയ്യുന്നത്. നമുക്ക് എലിജിബിലിറ്റി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയും എലിജിബിലിറ്റി ഒത്തിരി ഉണ്ട്, മാടയാ കോടയാന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ ആ ട്രാപ്പിനകത്തോട്ട് ആക്കി വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളോട് പറയുകയാണ് നിനക്ക് 1 crore rupees വീടിൻ്റെ എലിജിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിനക്ക് ഇൻറ്റീരിയറൊക്കെ ചെയ്യാനായിട്ട് ഒരു 20 lakhs ഒക്കെ കിട്ടണ്ടേ, എന്നാൽ അതും കൂടെ ഞങ്ങൾ ഇട്ട് തന്നേക്കാം, നിൻ്റെ ആ ഡൗൺ പേയ്മെൻറ്റിൻ്റെ ഭാഗം അത് ഞങ്ങൾ ഇൻറ്റീരിയറിനകത്തോട്ട് കുത്തിക്കയറ്റിയേക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മനുഷ്യനെ എങ്ങനെയോ ചാക്കിലാക്കും. എന്നിട്ട് ഈ ആശാനിന് ആവശ്യമുള്ളത് എത്രയായിരുന്നു? ഒരു 50 lakh 60 lakh rupees ഒരു വീടായിരുന്നു. പക്ഷേ ആ എലിജിബിലിറ്റിയുടെ കാര്യം അടിച്ചു വിട്ടിട്ട് ഈ അണ്ണനെ അങ്ങ് പൊക്കുവാണ്. അവന് 1 crore 1.2 crore ഒക്കെ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ പോയിട്ട് ഈ 50 ലക്ഷത്തിൻ്റെ 60 ലക്ഷത്തിൻ്റെ അവനാവശ്യമുള്ള ആ വീടിൻ്റെ അവൻ്റെ ആ കപ്പാസിറ്റി സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു വീടിന് അവൻ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പം ഹീ ഈസ് മെൻ്റലി മെയ്ഡ് ടു പർച്ചേസ് സംതിങ് വിച്ച് ഹി ഡസൻ നോട്ട് വാണ്ട്. ആ ലെവലിൽ കൊണ്ടിടും. എന്നിട്ട് പോയി വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പെട്ടുപോയെന്ന് അറിയണമെങ്കിൽ 1-2 വർഷം കഴിഞ്ഞിട്ടേ അറിയത്തുള്ളൂ. ബിക്കോസ് ഈ EMI പോകുന്ന അവനൊരു ദുസ്സഹമായി മാറും. അവൻ്റെ പല ഡിസയർസ്, ചില വാണ്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതൊരു വിഘ്നമായി മാറും. പക്ഷേ ഈ പെടലിനകത്ത് പെട്ടുപോകുന്നതിനെക്കാട്ടി മുമ്പേ ഇദ്ദേഹം ഒന്ന് ചിന്തിക്കണമായിരുന്നു, എൻ്റെ നോർമൽ ചിലവ് കഴിഞ്ഞിട്ട് ഈ വീടിന് വേണ്ടി ഞാൻ എത്ര ചിലവാക്കണം. അത് ബാങ്കുകാരൊക്കെ അങ്ങനെയൊക്കെ പറയും കേട്ടോ. ബാങ്കുകാർ പറയും നിൻ്റെ ഇതിന് ഇത്ര അത്ര എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നാച്ചുറലി ബാങ്കുകാർ പല റിലാക്സേഷൻ കൊടുക്കത്തില്ല. അന്നേരം 33%, 1/3 ഓഫ് യുവർ നോർമൽ നല്ലപോലെ ചിലവഴിച്ച് അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കി 67% ഉണ്ടല്ലോ, അത് വേണം നമുക്ക് ഹോം ലോണിൻ്റെ EMIക്ക് വേണ്ടി കൊടുക്കേണ്ടത്. പക്ഷേ ബാങ്കുകാർ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തില്ല. ബാങ്കുകാർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് നിൻ്റെ 80% ഓഫ് യുവർ ശമ്പളം ഇങ്ങോട്ട് പൊക്കോട്ടെന്നുള്ള രീതിയിലാണ് അവർ കറക്കി തിരിച്ച്, നമ്മൾ പോലും അറിയത്തില്ല, അണ്ടർ ദ പേപ്പറാണ് വർക്കിംഗ് ഒക്കെ നടത്തുന്നത്. അന്നേരം അതൊന്നും അറിയണ്ടേ? സോ ഈ ഒരു എക്സൽ ഷീറ്റ് നിങ്ങളൊന്ന് നോക്കിക്കാട്ടെ. നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ടോ? അതിൻ്റെ ആനുവൽ പേയ്മെൻറ്റ് പോകുന്നുണ്ടോ? ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അത്യന്താപേക്ഷിതമായിട്ട് എടുക്കുക. വിചാരിക്കരുത് ഇന്നത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ആരോഗ്യം എന്നേക്കും നിലനിൽക്കുമെന്നുള്ള കാര്യം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പലരും ഉണ്ടല്ലോ, പ്രായമുള്ളവരും കൂടെ ഉണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും വേണ്ടി എടുക്കുക. ഇപ്പം നിങ്ങളുടെ കമ്പനി നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് തരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിലെ പ്രായമുള്ളവർക്ക് അവർ ഹെൽത്ത് ഇൻഷുറൻസ് തന്നെന്ന് വരത്തില്ല. ഇതിന് അവർക്ക് വേണ്ടി വേറെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ബിക്കോസ് നിങ്ങൾ ഹോം ലോണൊക്കെ എടുക്കുന്നത് ശരിയാണ്, പക്ഷേ മേക്ക് യുവർ സെൽഫ് സേഫ് ഇൻ ദ ബിഗിനിങ്. രണ്ടാമത്തെ പോയിന്റ്, ഡു യു ഹാവ് എൻ എമർജൻസി ഫണ്ട് ടു ഡീൽ വിത്ത് എമർജൻസീസ്? പലരും എമർജൻസി ഫണ്ട് ഇല്ലാതാണ് ഇങ്ങനെ വലിയ ഭീമമായ ഒരു തുക തലയിൽ കയറ്റി വെച്ചിട്ട് പിന്നെ ലജ്ജാകരമായ രീതിയിൽ പിന്നെ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ മിനിമം നിങ്ങൾക്കൊരു 3 months നിങ്ങളുടെ കാര്യങ്ങൾ നീക്കാനുള്ള എമർജൻസി ഫണ്ട് വേണം. പക്ഷേ അതൊരു മിനിമമായിട്ടേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ സ്മാർട്ടായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസസ് സുഖമായിട്ട് ഓടിക്കാനുള്ള എമർജൻസി ഫണ്ട് വേണ്ടി വരും.
ഇപ്പം നിങ്ങൾക്ക് ഉള്ള ഒരു ജോലി, നിങ്ങളിപ്പം ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു പ്രൈവറ്റ് സെക്ടറിലാണെന്ന് വിചാരിച്ചോ, ഏത് നിമിഷവും ഇൻഡസ്ട്രി തകിടം മറിയാം, നിങ്ങളെ പിരിച്ചു വിട്ടെന്നിരിക്കാം. അന്നേരം നിൽക്കുവാനായിട്ടെങ്കിലും ഒരു പിടിച്ചു നിൽക്കാനായിട്ട് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ അതാദ്യം ക്രിയേറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടോ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തിരിക്കണം. ലൈഫ് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പണിയാണ്. പിന്നെ ജീവിതത്തിൽ ആർക്കും എന്തുമൊക്കെ പറ്റാമല്ലോ. അന്നേരം നമ്മുടെ കുടുംബക്കാരെ നോക്കുന്നത് ആരാണ്? നമ്മുടെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, അമ്മ കാണും, അപ്പം കാണും. അങ്ങനെയൊക്കെ നമ്മുടെ സ്വന്തക്കാരെയൊക്കെ നമ്മൾ, എസ്പെഷ്യലി ഇഫ് യു ആർ ദ ഓൺലി ഏണിംഗ് മെമ്പർ, നിങ്ങൾ ഒരു ഏണിംഗ് മെമ്പർ ആണെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസിയിലാണോ മറ്റവർ ജീവിക്കുന്നത്, അന്നേരം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈഫ് ഇൻഷുറൻസ് എടുത്തിരിക്കണം. പിന്നെ നിങ്ങളുടെ റെഗുലർ മന്ത്ലി ഔട്ട് ഗോ എത്ര ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ റെഗുലർ മന്ത്ലി ഔട്ട് ഗോ എക്സ് എമൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഒരു 10% കൂടെ കൂട്ടി വെച്ചിട്ട് വേണം നിങ്ങൾ ആ കാൽക്കുലേഷൻ നടത്തേണ്ടത്, എത്രയാണ് നമ്മുടെ മന്ത്ലി ഔട്ട് ഗോ പോകുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഈ പേയ്മെൻറ്റ്സ് എല്ലാം നിങ്ങൾ ക്ലിയർ ആക്കിയിട്ട് വേണം നിങ്ങൾ ലോൺസിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ട കാൽക്കുലേഷൻ വരെ ചെയ്യേണ്ടത്. നിങ്ങൾ വേറെ വല്ലതും പേഴ്സണൽ ലോണോ വേറെ വല്ല ലയബിലിറ്റിയോ കാർ ലോണോ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടോ, അതിൻ്റെ EMI പോലും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ പണിയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടോ, വല്ല മ്യൂച്വൽ ഫണ്ടിലെ SIP-യിലൊക്കെ ഇടുന്നുണ്ടായിരിക്കുമല്ലോ, അതും കൂടെ കാൽക്കുലേഷനിൽ വരണം. എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ 33% ഓഫ് യുവർ മന്ത്ലി ഇൻകമിൽ ഇത് ഒതുങ്ങി കിട്ടുകയാണെങ്കിൽ, ഐഡിയലി 30 എന്ന് പറയാം, പക്ഷേ 33 എന്ന് ഞാനങ്ങ് പറയാം, 1/3 ആകാൻ ഈസി ആയതുകൊണ്ട്, ഒതുങ്ങി കിട്ടുവാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ ബാക്കിയുള്ളതിൽ നിങ്ങൾക്ക് EMI കൊടുക്കാമല്ലോ എന്നുള്ള ചിന്തയെ വരണം. അല്ലാതെ ബാങ്കുകാരൻ അങ്ങേ അറ്റത്തെ ഒരു എലിജിബിലിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വക കാര്യങ്ങളെല്ലാം ഇഗ്നോർ ചെയ്തിട്ട് അത് നമ്മുടെ ഹോം ലോണിൻ്റെ EMIക്ക് പോകുവാനുള്ള പരിപാടി ചെയ്യുവാണെങ്കിൽ ബാങ്കുകാരൻ നിനക്ക് പണി തന്നിരിക്കും, ഗ്യാരണ്ടീഡാണ്. അപ്പോൾ ഈ ഞാനീ പറഞ്ഞ ലിസ്റ്റുണ്ടല്ലോ, ഈ 7 ലിസ്റ്റുണ്ട്. ഇത് 7ാമത്തെ ലിസ്റ്റെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വല്ല സൈഡ് ഹസിലുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് വല്ലതൊക്കെ സ്മോൾ വരുമാനം വന്നിരിക്കും. പക്ഷേ അത് വലിയ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അല്ല. പക്ഷേ 33% ഓഫ് യുവർ മന്ത്ലി ഇൻകം, മാസത്തിൽ 33% നിങ്ങളുടെ വരുമാനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ട് ആർ യു കംഫർട്ടബിൾ? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കംഫർട്ടാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ കംഫർട്ടബിൾ ആണോ എന്നാൽ നിങ്ങൾ ഒരു ഹോം ലോൺ എടുക്കാം. ഇപ്പോൾ ഹോം ലോൺ എടുത്തു കഴിഞ്ഞാലും ഒരു 25 വർഷത്തിലെയോ അല്ലെങ്കിൽ 20 വർഷത്തിലെയോ ഹോം ലോണൊക്കെ ആയിരിക്കും അവർ തരുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ആ 25 വർഷമോ 20 വർഷം വരെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണമെന്നുള്ള പ്ലാനിലൊന്നും ഇരിക്കരുത് കേട്ടോ. അത് എത്രയും വേഗം നമ്മൾ കൊടുത്തു തീർത്ത് കഴിഞ്ഞാൽ അത്രയും ലാഭമാണ് നമുക്ക് വരാൻ പോകുന്നത്. അതിനെപ്പറ്റി നമുക്ക് ഈ ഷീറ്റ് ഒന്ന് പോയി നോക്കാം. ഈ ഷീറ്റാണ് ഒരു ഹോം ലോൺ കാൽക്കുലേറ്റർ. ബേസിക്കലി ഒരു ഹോം ലോൺ കാൽക്കുലേറ്ററാണ്. ഇപ്പം ഞാൻ ഈ ഷീറ്റിനകത്ത് ഇട്ടിരിക്കുന്നത് 85 ലക്ഷം നിങ്ങൾ ഹോം ലോൺ വാങ്ങുന്നുള്ള രീതിയിലാണ്. ഇത് വേണമെങ്കിൽ 1 കോടി ആക്കാം, 90 ലക്ഷം ആക്കാം, എങ്ങനെയാക്കാം. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഞാനൊരു അസംഷൻ പറയുവാണ്, 1 lakh rupees ആനുവൽ സാലറി ഉണ്ടെങ്കിൽ അന്നേരം നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 66,000 rupees നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ബിക്കോസ് 1/3 മറ്റേ കാര്യത്തിനകത്തൊക്കെ പോകുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ സാധനത്തിനകത്ത്. അന്നേരം ബാക്കി 66,000 നിങ്ങൾക്കുണ്ടോ എന്നാൽ പിന്നെ നിങ്ങൾ ഒരു ഹോം ലോൺ അപ്ലൈ ചെയ്യുക. അവർ പറയുന്നത് 1 crore ആണെങ്കിൽ നിങ്ങൾ ഇച്ചിരി താഴോട്ടേ പോകാവൂ കേട്ടോ. ആ 1 crore ഫുള്ളങ്ങ് എടുത്തുകൊണ്ട് പോകരുത്. സോ 85 lakhs നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് ഞാനൊരു എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഇത് 8%-ഉം 25 years എന്നും ഇങ്ങനെ കുറേ മന്ത്ലി പേയ്മെൻ്റ് എന്നും ഒക്കെ പറഞ്ഞ് ഞാൻ ഇട്ടത്. ഒരു കാൽക്കുലേറ്റർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ ഇടേണ്ടി വരുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു 85 lakhs-ൻ്റെ ഒരു ലോൺ നിങ്ങൾ എടുത്തെന്ന് വിചാരിച്ചു. അന്നേരം ഇത് റെഗുലർ പേയ്മെൻറ്റ് വിത്തൗട്ട് പ്രീ പേയ്മെൻറ്റ്. നിങ്ങളൊരു പ്രീ പേയ്മെൻറ്റും ചെയ്യുന്നില്ല, മാസം തോറും ഇത് പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസം തോറും നിങ്ങൾക്ക് എത്രയാണ് മന്ത്ലി ഇത് വരുന്നത്? 65,604 rupees മന്ത്ലി EMI പോകുന്നത്. അന്നേരം ആദ്യത്തെ EMI പോകുമ്പോൾ നോക്കിക്കോ, 65,604. നിങ്ങൾ വിചാരിക്കുമായിരിക്കും, പലരുടെയും വിചാരമുണ്ട് ഞാൻ കൊടുക്കുന്നതിനകത്ത് നിന്ന് പകുതി ഇൻട്രസ്റ്റ് പോകുന്നുണ്ട്, പകുതി പ്രിൻസിപ്പളിനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. ആദ്യത്തെ പല വർഷങ്ങൾ പോലും കൂടുതലും ഇൻട്രസ്റ്റിനായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ മാസം എങ്ങനെയാണ്?
65,604 രൂപയിൽ 57,000 ഓൾമോസ്റ്റ് 57,000 പോകുന്ന എവിടെയാണെന്നറിയാമോ? പലിശയ്ക്ക് വേണ്ടി പോവുകയാണ്. പലിശ ആരെ ഗുണപ്പെടുത്തുന്നുണ്ട്? ആർക്ക് സഹായമാകുന്നുണ്ട്? ബാങ്കിന്. നിങ്ങൾ അന്നേരം ആദ്യത്തെ മാസം ഈവൻ 900 റുപ്പീസ് നിങ്ങളുടെ പ്രിൻസിപ്പളിലോട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഔട്ട് ഓഫ് 85 lakhs 9,000 ആണ് കൊടുക്കുന്നത്. മനസ്സിലായോ? അടുത്ത മാസം വരുമ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് കുറയും. എത്രയാണ്? 55,600 ആകും. പിന്നെ ഇതും 9,000 കുറവ് തന്നെയാണ് പ്രിൻസിപ്പൾ പോകുന്നത്. അങ്ങനെ പോയി 25 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ 300 മാസം നിങ്ങൾ കൊടുത്തിരിക്കും. ഈ 300 മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു 25ാമത്തെ വർഷം അല്ലെങ്കിൽ 30ാമത്തെ വർഷം നിങ്ങൾ ഒരു ലോൺ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ റെഗുലർലി ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ 55 വയസ്സാകുമ്പോഴേ ഇത് കൊടുത്തു തീരത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കാട്ടി എളുപ്പം കൊടുത്തു തീർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭം നിങ്ങൾക്ക് തന്നെയാണ്. ബിക്കോസ് ഈ പലിശ ഞാൻ പറഞ്ഞില്ലല്ലോ, പലിശ അതിഭീമമായ എമൗണ്ടായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഈ പലിശയുടെ കഥ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനൊരു കാൽക്കുലേഷൻ നമുക്കൊന്ന് ചെയ്യാം. ഈ 85 ലക്ഷമല്ലേ നമ്മൾ ലോൺ എടുത്തത്? ഓർത്തോണം, 85 ലക്ഷമാണ് ലോൺ എടുത്തത്. അന്നേരം പേയ്മെൻറ്റ് ഫുള്ള് ചെയ്ത് തീർക്കുമ്പോൾ എത്രയാണെന്നറിയാമോ? 1,96 lakh. ഈ ഫിഗർ നിങ്ങൾ നോക്കിക്കോണം. 1,96 lakh റുപ്പീസാണ് നിങ്ങൾ ടോട്ടലി കൊടുത്ത് തീരുന്നത് ആഫ്റ്റർ 25 years. ആ ടോട്ടലിനകത്തു നിന്ന് 1.11 crore ഇൻട്രസ്റ്റാണ്. 1.11 crore ഇൻട്രസ്റ്റാണ്. അത് ഭയങ്കര ഭീമമായ എമൗണ്ടാണ്. പക്ഷേ ഈ ഇൻട്രസ്റ്റ് എമൗണ്ട് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഈ കണ്ട ഷീറ്റ് അനുസരിച്ച് റെഗുലർ പ്രീ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 25 വർഷം അല്ലെങ്കിൽ 300 മാസത്തിൽ കൊടുത്തു തരും. പക്ഷേ ഇതിനെ ഇച്ചിരി നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യും. മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എത്രയാണെന്നറിയാമോ? ഇപ്പോൾ നമ്മൾ എല്ലാ മാസവും ഈ 65,000 രൂപ കൊടുക്കുന്നുണ്ടല്ലോ, ഒരു 5,000 എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. വെറും ഒരു 5,000 എക്സ്ട്രാ ഇട്ട് കൊടുക്കുമ്പം നമുക്ക് ലാഭം വരുന്നത് എത്രയാണെന്നറിയാമോ? ഈ 1.1 crore റുപ്പീസ് അല്ല ഇൻട്രസ്റ്റ് പോകുന്നത്, അതിനകത്തുനിന്ന് 24 lakhs റുപ്പീസ് നമുക്ക് ലാഭം വരുന്നുണ്ട്. എന്ത് ചെയ്യുന്നു? വെറും നമ്മൾ 5,000 എക്സ്ട്രാ എല്ലാ മാസവും ഇട്ട് കൊടുക്കുക. 65ൻ്റെ പകരമായിട്ട് 70 ഇട്ട് കൊടുക്കുന്നു. അന്നേരം നമുക്ക് ലാഭം വരുന്നത് എത്രയാണെന്നറിയാമോ? 2.44 lakhs റുപ്പീസ്. നോ സോറി, നോട്ട് 2.44, 24 lakhs 40,000 റുപ്പീസാണ് നമുക്ക് ലാഭം വരുന്നത്. നമ്മൾ ആ പലിശ അവന് കൊടുക്കാതിരിക്കുന്നത്, ബാങ്കിന് കൊടുക്കാതിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ്. അപ്പോഴത്തെ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ഈ 300 മാസം 245 മാസമായിട്ട് കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം വെറും 20 വർഷമാക്കി മാറ്റും. 25 വർഷം 20 വർഷമാക്കി മാറ്റാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ 5,000 രൂപ ഇടുന്നുണ്ടല്ലോ മാസം. ഇപ്പോൾ നമുക്ക് വർഷം തോറും നമുക്ക് എങ്ങനെയെങ്കിലും കമ്പനിയിൽ നിന്ന് വല്ല ബോണസോ എന്തെങ്കിലുമൊക്കെ കിട്ടുമല്ലോ. അന്നേരം ആ ഒരു വരുമാനം നമ്മളൊന്ന് അസ്യൂം ചെയ്യുക. ഈ 65,604 നമ്മൾ കൊടുക്കുന്ന ഒരു EMIയുടെ ലെവലിലാണെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം അത് നമ്മൾ ഇങ്ങോട്ടങ്ങ് ഇട്ടാൽ മതി. ഈക്വൽ ടു കേട്ടോ, നമ്മളത് മാത്രം ഇട്ടെന്നേ ഉള്ളൂ. അന്നേരം അങ്ങനെ ആകുമ്പം നമ്മളെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന എത്ര? 39 ലക്ഷം അല്ലെങ്കിൽ 40 ലക്ഷം വരെ ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുകയാണ്. 1.1 crore റുപ്പീസും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അതിനകത്ത് നിന്ന് 40 ലക്ഷം അങ്ങ് കുറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലാഭകരമായിട്ടുള്ള സംവിധാനമല്ലേ? അത് തന്നെയല്ല, ഇങ്ങോട്ട് താഴോട്ട് വന്ന് നോക്കട്ടെ. എത്ര? 207 മാസം കൊടുത്താൽ മതി. അവിടെ 300 മാസം നമ്മൾ കൊടുക്കാനായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ടത് 207 അല്ലേ? ഇത് 17 വർഷമാണെന്ന് തോന്നുന്നു. 17 വർഷം കൊടുത്താൽ മതി. 25 വർഷത്തിന് പകരം 17 വർഷം കൊടുത്താൽ മതി. എന്താണ് നമ്മൾ ചെയ്യുന്ന ചേഞ്ച്? വെറും
5,000 രൂപ മാസം എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്, പിന്നെ വർഷത്തിലൊരിക്കൽ ഈ ഒരു EMI എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ ലോൺ എടുക്കുമ്പം ഒരിക്കലും അവർ പറഞ്ഞ എലിജിബിലിറ്റിയുടെ ഫുള്ളങ്ങ് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ജീവിതം സുഖപ്രദമായിട്ട് പോകാനാണെങ്കിൽ അവരെല്ലാം നമ്മളെ ഡ്രൈവ് ചെയ്യേണ്ടത്. അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്? അവരുടെ ഇൻട്രസ്റ്റ് നമ്മളെ പിഴിഞ്ഞ് അവസാനത്തുള്ളി കാശ് പോലും എടുക്കാനാണ്. പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണ്? നമുക്കൊരു നല്ലൊരു വീടൊക്കെ വേണം ഉള്ള കാര്യം ശരിയാണ്. പക്ഷേ അത് കാരണം നമ്മുടെ ആ ബാക്കിയുള്ള ജീവിതം 25 വർഷം നമുക്ക് ദുസ്സഹമായി മാറുകയാണെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്ത് രസം? ഇപ്പം ഒരു മനുഷ്യൻ്റെ ജീവിതം എത്ര ആകും? നമുക്ക് ശരി ഒരു എല്ലാവർക്കും നല്ല ആരോഗ്യപരമായിട്ടൊരു ജീവിതമാണെങ്കിൽ ഒരു 80 ഇയേഴ്സൊക്കെ പറയാൻ പറ്റും. പക്ഷേ 80 ഇയേഴ്സിനകത്ത് നിന്ന് 25 ഇയേഴ്സ് ഓൾറെഡി അല്ലെങ്കിൽ 30 ഇയേഴ്സ് കഴിഞ്ഞു പോയി. പിന്നെ ബാക്കിയിരിക്കുന്ന ഒരു 25 വർഷം അതും കൂടെ കൊടുത്തു തീർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ വാർദ്ധക്യത്തിലോട്ട് കയറുകയാണ്. അന്നേരം പിന്നെ ജീവിതം എന്താണ്? യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? അതുകൊണ്ട് എപ്പോഴും എടുക്കുമ്പം നമ്മുടെ എലിജിബിലിറ്റി, ബാങ്ക് പറയുന്ന എലിജിബിലിറ്റിയെക്കാട്ടിലും കുറവായിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ EMI 12 EMI ഇല്ലേ, ഒരു 13 EMI അങ്ങ് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 13 EMI. പിന്നെ ഇപ്പം നമ്മൾ ഈ 5,000 അങ്ങ് മാറ്റുക എന്ന് വിചാരിച്ചു. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ 5,000 മാസം കൊടുക്കുന്നത് അതങ്ങ് മാറ്റുക, അത് 0 ആക്കുക. എന്നാൽ പോലും എത്ര വരുന്നുണ്ട്? 243, അല്ലെങ്കിൽ 20 വർഷത്തിൽ, അല്ലെങ്കിൽ 20 വർഷത്തിൽ ഇച്ചിരി കൂടുതൽ അത്രയും വരുന്നുള്ളൂ. നമ്മുടെ ലോൺ കൊടുത്തങ്ങ് തീരും. സോ എവറി ടൈം നമ്മൾ എപ്പം ലോൺ എടുത്താലും അതെങ്ങനെ എത്രയും വേഗം അടച്ചു തീർക്കാനുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. ബിക്കോസ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിനെ പോറ്റുന്നത് നമ്മുടെ പരിപാടിയല്ല. ബാങ്ക് 24 ലക്ഷം 39 ലക്ഷം, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ 5,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 39 അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 40 ലക്ഷം രൂപ ലാഭമാണ് ഫ്രം ദ എർലിയർ വേ. വീഡിയോ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന നമ്മുടെ പീസ്.